എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഒരു തരി പോലും തേങ്ങ അരച്ച് ചേർക്കാതെ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളി തൈര് കറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു തൈര് കറി നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിവിടെ പാചകം ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനാണെങ്കിലോ സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഉള്ളി തൈര് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഉള്ളിത്തൈര് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഇപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി കറി വയ്ക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ താളിപ്പിനായിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഇവ രണ്ടും നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു 6 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങളുടെ എരിവിന് ആവശ്യമായ പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 150 ഗ്രാം അളവില് കൊച്ചുള്ളിയാണ്. ഈ ഒരു കറിക്കായിട്ട് തീരെ ചെറിയ കൊച്ചുള്ളി വേണം നമുക്ക് എടുക്കാനായിട്ടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം വലിപ്പമുള്ളതാണെങ്കിൽ ഒന്ന് 2 ആക്കി ഭാഗിച്ചതിന് ശേഷമായിരിക്കണം ഇതുപോലെ ചെയ്തെടുക്കേണ്ടതും. ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതുവരെയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഈ സമയത്തൊക്കെയും സിമ്മിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടും. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ഉള്ളിയുടെ കളറൊന്നും ചേഞ്ച് ആവാതെ തന്നെയാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കണം. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ ചട്ടിയുടെ ചൂടൊന്ന് കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ ഉള്ളിയിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ കായപ്പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മൺചട്ടിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ലിറ്റർ അളവിൽ തൈര് കൂടെ ചേർക്കണം. തൈര് ചേർക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്തതും നല്ല കട്ടിയായിട്ടുള്ള തൈരുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ചട്ടിക്ക് ഒരു തരി പോലും ചൂട് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ തൈര് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. 3/4 ഭാഗത്തോളം തൈര് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള തൈര് കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തൈര് കറി ഇതേ ഒരു പാകത്തിലേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂട്ട് കൂട്ടുകാരെ, വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഉള്ളിത്തൈര് കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്. ഒരു തുള്ളി പോലും തേങ്ങ ചേർക്കാതെയും നല്ല കൊഴുപ്പോട് കൂടിയും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഉള്ളിത്തൈര് കറി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.